ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 25 നമ്മുടെ എല്ലാ മോളുടെ മാമോദിസയായിരുന്നു. അതിനെക്കുറിച്ചുള്ളതായ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കുറച്ച് ലേറ്റായി പോയി, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 25-ാം തീയതി ആയിരുന്നു കുഞ്ഞിൻ്റെ മാമോദിസ എൽനയുടെ. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ലേറ്റായി പോയല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൂടെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇച്ചിരി ലേറ്റായി പോയില്ലേ മിനി എന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സുബിൻ്റെയും മെറിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയും കൂടെ ചേർത്തായിരുന്നു അല്ലേ, ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. 3 വർഷം തികഞ്ഞു 24-ാം തീയതി ഒക്ടോബർ 24 അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് ഇറച്ചിയൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങില്ല. ഒരു പള്ളിയിൽ ഉപവാസമൊക്കെ ഉള്ള ദിവസമാണ് ബുധനും വെള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച എടുത്തിട്ട് നല്ല ഗ്രാൻഡായിട്ട് നടത്താന്ന് വിചാരിച്ചു. ഇല്ലയോ? ആണോ? അവളെ നോക്കുന്നു. എൻ്റെ മുടിയെല്ലാം പറിച്ചെടുത്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാമോദിസ എന്ന് പറയുന്ന ഏറ്റവും വിശുദ്ധമായിട്ടുള്ള, അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു ചടങ്ങാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും ആദ്യത്തെ നമുക്ക് 7 കുദാശകളാണുള്ളത് നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ. നമ്മുടെ സഭയിൽ 7 കുദാശയിൽ ഏറ്റവും ആദ്യത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് മാമോദിസ എന്ന് പറയുന്നത്. കൊച്ചും പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസപ്രകാരം, മാതാപിതാക്കളുടെ വിശ്വാസപ്രകാരം നമ്മുടെ സഭയിലോട്ട് ചേർക്കുക എന്നതാണ് മാമോദിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാമോദിസ നടന്നത് എൻ്റെ സ്വന്തം പള്ളിയായ മാറപ്രയം പറക്കോട് വെച്ച് തന്നെയായിരുന്നു. മുഖ്യ കാർമ്മിത്വം വഹിച്ച ജസ്റ്റിനച്ചനായിരുന്നു, നമ്മുടെ വികാരി തന്നെയാണ്. പിന്നെ നമ്മുടെ ഇടവാംഗമായ അലക്സാണ്ടർ അച്ഛനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാവേലിക്കരച്ഛൻ കെ വൈ തോമസ് അച്ഛനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ വീടിനടുത്തുള്ള ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അല്ലേ. അതിനിടയ്ക്കൂടെ പറയാൻ ജോസച്ചന് വരാൻ പറ്റിയില്ല. ജോസച്ചൻ്റെ അഞ്ചൽ പള്ളിയിലും ഒരു മാമോദിസ ഉണ്ടായതുകൊണ്ട് അച്ഛൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരാഴ്ച ഫുള്ള് മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു അല്ലേ. അതെ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. എന്തായാലും ദൈവം നമുക്ക് വേണ്ടി ആ ഒരു ദിവസം മഴയൊന്ന് കുറച്ചു തന്നു അല്ലേ. രാവിലെ ഒരു കുർബാന തുടങ്ങി ഒരു പ്രഭാത നമസ്കാരം കഴിയാറായപ്പോഴത്തേക്ക് ഒരു ചെറിയ മഴ പെയ്തു. ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്ത് ഇതാകുമെന്ന്. അത് നമ്മള് ഒരു അനുഗ്രഹം മഴയായിട്ട് നമ്മളും കരുതി ഇല്ലയോ. എല്ലാവർക്കും വരാനൊക്കെ ഉള്ള കാലാവസ്ഥയൊക്കെ ദൈവം ഒരുക്കി തന്നു. അത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പള്ളിയിൽ എത്താനായിട്ട് സാധിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ മാമോദിസയ്ക്ക് കുഞ്ഞിന് മാതാപിതാക്കളുടെ അമ്മയുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയോ ഒക്കെ പേരായിരിക്കും പെൺകൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത്. ആൺപിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ പേരോ അമ്മയുടെ അപ്പൻ്റെ പേരോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ മോൾക്ക് കൊടുത്തിരിക്കുന്നത് എലിശുബ എന്ന പേരാണ്. എലിസബത്ത്, എലിശുബ, ഇങ്ങനെ ഏലിയമ്മ എല്ലാം കൂടെ ചേർന്ന് എലിശുബ എന്നുള്ളൊരു പേരാണ് നമ്മൾ കുഞ്ഞിന് കൊടുത്തിരിക്കുന്നത്. അപ്പം തലത്തൊട്ടമ്മ എന്ന് പറയുന്നത് സുബിൻ്റെ മമ്മി തന്നെയാണ്. കുഞ്ഞിൻ്റെ പപ്പയുടെ അമ്മ തന്നെയാണ്. പെൺകുഞ്ഞുങ്ങളാകുമ്പോൾ പപ്പയുടെ അമ്മ അല്ലേ. ആൺകുഞ്ഞുങ്ങളാകുമ്പം പപ്പയുടെ പപ്പ. അങ്ങനെയാണ് അതിൻ്റേതായ ഒരു രീതികൾ. ഇപ്പം ചിലർ ഇപ്പം ചോദിച്ചേക്കാം, അപ്പം അവർ ഈ അപ്പൻ്റെ അപ്പനും അമ്മയുടെ അമ്മയൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും നടത്തുമെന്നുള്ളത് തലതോണം. ഇപ്പം തലയ്ക്ക് അമ്മയ്ക്ക് സ്ഥാനം അമ്മയുടെ സ്ഥാനം വഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും. പപ്പയുടെ ചേട്ടനോ അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചിയോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും. ഓക്കെ, അങ്ങനെ തലത്തൊട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരെ ദൈവികമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരെ സൺഡേ സ്കൂളിൽ പറഞ്ഞു വിടണം, പള്ളിയിൽ പറഞ്ഞു വിടണം, പള്ളിയിലെ എല്ലാ പരിപാടിക്കും ചേരണം. വീട്ടിൽ കുത്തിയിരുന്ന പോരാ കേട്ടോ അല്ലേ മോളെ. അല്ലെ അമ്മച്ചിക്കാ പിന്നെ പേര് കിട്ടുന്നത്. ഒരു പ്രതിജ്ഞ പോലൊക്കെ പറയുന്നുണ്ടല്ലോ മാമോദിസയുടെ ഇടയ്ക്ക്. മാമോദിസ മുങ്ങുന്ന എലിശുബ എന്നാ ഞാൻ പറഞ്ഞല്ലേ തുടങ്ങുന്നത്. ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തലയിലൊക്കെ പിടിക്കും. അതെല്ലാ കൊച്ചുങ്ങളും കരയും. ഒന്നാമത് മഴക്കാലം അല്ലേ, രാവിലെ തണുപ്പ്, പിന്നെ വെള്ളമൊക്കെ 5 മണിയായപ്പോഴേ എഴുന്നേറ്റത്. അതിൻ്റെതായ ഇതുണ്ടായിരുന്നു. പിന്നെ മൂറോൻ തേക്കുമ്പോഴത്തേക്ക് നല്ലൊരു കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, എണ്ണയൊക്കെ തേക്കുമ്പോഴത്തേക്ക്.
എന്നാലും അത്രയൊക്കെ കുഴപ്പമൊന്നുമില്ല. എല്ലാം മംഗളമായിട്ട് മംഗളമായിട്ട് കടന്നു. അപ്പം നമുക്കെന്തായാലും മാമൂസയുടെ കുറച്ച് ചടങ്ങുകളൊക്കെ കാണാം. നമ്മളിവിടെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആണ്ട് ഇലയൊക്കെ പിച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചെടിയൊക്കെ പിച്ചെങ്കിൽ നല്ല അടിയുള്ളൂ. പോവാണോ അമ്മ എടുത്തോട്ടെ? അയ്യോ അതൊക്കെ കുറച്ചെന്ന് തോന്നുന്നു കേട്ടോ. പറഞ്ഞപ്പോഴത്തേക്ക് കുറവായെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കാണാം. കുറെ കൂടി ശ്രദ്ധേയമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജന്മദിനത്തെക്കാൾ അതിവിശിഷ്ടമായ ദിവസമാണ് മാമോദീസ കൂദാശ നിർവഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 3 പരിശുദ്ധ കൂദാശകൾ ഒരുമിച്ച് സ്വീകരിക്കുന്നതായ ദിവസം കൂടിയാണ് പരിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. ഒന്നാമതായി പരിശുദ്ധ മാമോദീസയിലൂടെ പുത്രസ്വീകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ കുഞ്ഞ് വളർന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ മാമോദീസ മൂലം ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയോട് പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന്. അതോടൊപ്പം തന്നെ നാം എല്ലാ ദിവസവും നാം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു, പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാണ് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പാപമോചനത്തിലുള്ള മാമോദീസയിലൂടെ നാം പ്രാപിക്കുന്നതായ ആ വലിയ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ കുഞ്ഞിനും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവേ, നിന്റെ കൈപ്പണിയാകുന്നതായ നിന്റെ സൃഷ്ടിയിൽ നിന്ന് തിരുനാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് സകല അശുദ്ധ ദുഷ്ടാത്മാക്കളെയും ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിച്ച് നിന്റെ പൈതലിനെ വഞ്ചകാത്മാക്കളിൽ നിന്ന് സ്വതന്ത്രയാക്കണമേ. അല്ലയോ അശുദ്ധാത്മാവേ, വരുവാനിരിക്കുന്നതിനായി നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവത്തിന്റെ സൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്തെന്നാൽ അത് പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവേ, നീ സമീപനം വേഗത്തിന് ശേഷം നീങ്ങിപ്പോവുക. ദൈവത്തിന്റെ ഈ പൈതലിനോട് മത്സരിക്കരുത്. മാമോദിസ മുങ്ങുന്ന എലിസബ, ഞാൻ സാത്താന നിന്നെയും നിന്റെ സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും സകല വഞ്ചനയും ഞാൻ ഉപേക്ഷിക്കുന്നു. മാമോദിസ മുങ്ങുന്ന എലിസബത്ത്, ഞാൻ സാത്താന നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും സകല വഞ്ചനയും ഞാൻ ഉപേക്ഷിക്കുന്നു. മാമോദിസ മുങ്ങുന്ന എലിസബത്ത്, ഞാൻ സാത്താന നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും സകല വഞ്ചനയും ഞാൻ ഉപേക്ഷിക്കുന്നു. കുഞ്ഞിൻ്റെ മുഖം കിഴക്കോട്ട്, നമ്മുടെ വലത് കൊണ്ട് കുഞ്ഞിൻ്റെ വലത് കൈയെ പിടിക്കും. മാമോദിസ മുങ്ങുന്ന എലിസബത്ത്, ഞാൻ മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ നബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദിസ മുങ്ങുന്ന എലിസബത്ത്, ഞാൻ മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദിസ മുങ്ങുന്ന എലിസബത്ത്, ഞാൻ മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മശിഹായിൽ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച്
മസിഹായിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയരത്തിനും വരെയായിരിക്കുന്ന ലോകത്തിലെ പുതിയ ശീനഭാഗങ്ങൾ നോക്കി പാർക്കുന്നു. വീണ്ടും ജനത്താൽ പുത്രസ്വീകാരത്തിന് അർഹയായി തീരുവാൻ വേണ്ടി സന്തോഷ തൈലത്താൽ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ നാമത്തിൽ നിത്യജീവനായി യേശുവ മുദ്ര കുത്തപ്പെടുന്നു. കർത്താവേ, വെള്ളം നിന്നെ കണ്ടു ഭയപ്പെട്ടു. ശബ്ദം വെള്ളത്തിന്മീതെ മുടങ്ങി. മഹത്വമുള്ള ദൈവമായ കർത്താവ് പെരുവെള്ളത്തിന്റെ മീതെ ഗർജിച്ചു. ജീവനും വിശുദ്ധിയുള്ള റൂഹായിക്കും ആദ്യ മുതൽ എന്ന് വന്നേക്കും സ്തുതി. ഈ മാമോദീസ വെള്ളത്താൽ പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട് നവീകരിക്കപ്പെടുവാൻ വേണ്ടി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ നാമത്തിൽ പരിശുദ്ധ ഇതിൽ ഞങ്ങൾ ഒഴിക്കുന്നു. പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ നാമത്തിൽ നിത്യജീവനായി യേശുവ മാമോദീസയിൽ നിന്നു സ്വീകാര്യവന ആത്മീയമാതാവിൽ നിന്നും നിന്റെ ഏകജാതന സഹോദരിയായി നീ പൂർത്തീകരിച്ചുള്ള ഈ ദാസിയെ ജീവദായം അതിന് വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നയിച്ചുകൊള്ളണമേ. നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ കിരീടം സ്വർഗരാജ്യത്തിൽ വെച്ചപ്പോൾ പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടി നിന്റെ വലതുകയുടെ സഹായം ഇവൾക്ക് നഷ്ടപ്പെടാതെ അതിൽ തന്നെ ഇവൾ ഉറച്ച ശക്തി പ്രാപിച്ചു വളരുകയും നിന്നെയും
നിന്റെ ഏകജാതനെ സാരാംശത്തിലൊന്നുണ്ടായിരിക്കുന്ന പരിശുദ്ധ റൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. പറക്കുമോർ പിതാവാൻ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വന്നതിനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ. നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവം നിന്നെ രക്ഷിക്കട്ടെ. നീ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധ മാമോദീസ എന്ന് വന്നേക്ക് നിന്നിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്ന് വന്നേക്ക് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പാപപരിഹാരപ്രദമായ പരിശുദ്ധ മാമോദീസയിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധ മൂറോനോടുകൂടി പരിശുദ്ധ തൃത്വത്തിന് കൃപയ്ക്കും കരുണകൾക്കും വേണ്ടി നിന്നെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതായ ഈ സമയത്ത് സമാധാനത്തോടുകൂടി പോവുക. അതിനായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ മാമോദീസ കൂദാശ ഈ സമയത്ത് പൂർത്തീകരിക്കപ്പെടുന്നു. ഇവർക്കുള്ള ഉപദേശം അതിനായി അച്ഛൻ ഈ സമയത്ത് നൽകുന്നതായിരിക്കും. ഒരു വാക്ക് നന്ദി അർപ്പിക്കാൻ തക്കവണ്ണം ഈ സമയം വേർതിരിക്കുകയാണ്. നമ്മുടെ ദേവാലയത്തിൽ കൂടി നടക്കുന്ന കോലടുത്ത പ്രിയപ്പെട്ട സുബിൻ്റെയും പ്രിയപ്പെട്ട മെറിൻ്റെയും അനുഗ്രഹമായി ദൈവപുരാൻ ആദ്യമായി കൊടുത്ത കുഞ്ഞാണ് എല്ലാ എന്ന പേര് നാമെന്നുള്ളതായ എലിശുബ. ദൈവസന്നിധിയിൽ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തക്കോണം നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനിടയാക്കി തീർത്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. സൂചിപ്പിച്ച പോലെ ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ നമ്മുടെ എല്ലാ കൈത്താങ്ങളുണ്ടാകണം. അനുഗ്രഹകരമായ ദൈവമുള്ള കുഞ്ഞായി വളർന്നു വരുവാൻ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിലും മാമോദീസ കൂദാശയിലും വന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇടവജനങ്ങൾ, ബന്ധുപുത്രാദികൾ, കുടുംബാംഗങ്ങൾ, അയൽക്കാർ, ദൂരത്തിനും ചാരത്തിനും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടേതായ സ്നേഹവും നന്ദിയും പറക്കോട് മാർ അപ്രയം ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ പേരിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പ്രഭാത ഭക്ഷണം ലഭ്യമാണ്. തീർച്ചയായിട്ടും അതിനുശേഷം മാമോദീസ കൂദാശയ്ക്ക് ശേഷം പുറത്തെ പന്തലിലേക്ക് ഇറങ്ങി അവിടെ പ്രഭാത ഭക്ഷണം സ്വീകരിക്കണമെന്ന കാര്യം സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ്. എപ്പോഴാണ് എന്നെ വിളിച്ചിക്കോ. വിശേഷം എന്ന് പറയാൻ കമന്ന് വീണിട്ട് ഇപ്പം എന്താ ചെറിയ രീതിക്കൊക്കെ മുട്ട പൊങ്ങാൻ നോക്കുന്നുണ്ട്. മുട്ടുകാലിൽ നിന്ന് ആടാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പല പല ചടങ്ങുകളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം മോളും ബിസിയാണ്, ഫുൾ ടൈം ബിസി. അതെ, കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങി. ആദ്യത്തെ കുറുക്ക് റാഗി കുറുക്കാണ് കൊടുക്കുന്നത്. അത് എത്ര നേരം കുതിർത്തിട്ടാ? പൊടിച്ചല്ല വെച്ചേക്കുന്നത്, കുതിർത്തിട്ടല്ലേ കൊടുക്കുന്നത്. കുതിർത്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ? ഓക്കെ, ഒരു നേരം കൊടുക്കും. ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. ആദ്യം മധുരമൊന്നും ഇല്ലാതാ കൊടുക്കുന്നത്. മെറിന് മധുരം ഇടത്തില്ല, ഉപ്പും ഇടാതാ കൊടുക്കുന്നത്. അതിലൊക്കെ രസം. അതിൻ്റെ ബാക്കി വന്നാൽ മെറിൻ പഞ്ചസാര ഇട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ മെറിൻ കുടിക്കും. പാല് ഒഴിച്ച് മെറിൻ കുടിക്കും. പിള്ളേർക്ക് ഇപ്പോഴേ ഉപ്പും മധുരം ഒന്നും കൊടുക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ അവള് കുടിക്കുന്ന അത്രയും നമുക്ക് കൊടുത്തു നോക്കാം. മധുരം ഇട്ട് കൊടുക്കാമല്ലോ. മധുരമൊക്കെ ഇല്ലാതിരിക്കുന്നേ നല്ലതാണ്. ഓരോന്നിൻ്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ പിന്നെ പാടാണ്. എന്താ ആദ്യം മധുരം ഇല്ലാത്ത രുചി പഠിക്കട്ടെ അല്ലേ? അതെപ്പോഴാണോ മടുക്കുന്നത് നമുക്ക്. അതെ. അപ്പം അവസാനം എന്താണ് നമ്മുടെ ചടങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മാമോദിസ ചടങ്ങുകൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും എന്താണ് എല്ലാവരെയും നിർത്തി ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ ഇല്ലായിരുന്നു. നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എല്ലാവരെയും നിർത്തിയൊക്കെ എടുത്തു. പിന്നെ കേക്ക് കട്ടിങ്, പിന്നെ ഭക്ഷണം കാര്യങ്ങളും ഒക്കെ എല്ലാം നല്ല ഗംഭീരമായിട്ടാണ് നടന്നത് അല്ലേ? എല്ലാം നല്ല രീതിയിൽ നടന്നു. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ല എല്ലാം നടന്നു. അതെ.
വെറൈറ്റി കേക്കായിരുന്നു. എന്തായിരുന്നു? അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, കേക്ക് നമ്മുടെ പപ്പയുടെ ചേട്ടൻ്റെ മോള് തന്നെയായിരുന്നു ഡിസൈൻ ചെയ്ത് തന്നത്. ചെങ്ങന്നൂരാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ പുള്ളിക്കാരി രാവിലെ തന്നെ വന്നപ്പോൾ കേക്കുമായിട്ട് വന്നിട്ട് ഫുള്ള് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ച് അടിപൊളി കേക്കായിരുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഉള്ളൊരു കേക്കായിരുന്നു അല്ലേ? നല്ല അവര് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും സുവിനത്. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ല? ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ മെൻഷൻ ചെയ്യാം. കൊള്ളാം, നല്ല കേക്കായിരുന്നു അല്ലേ? കാണാനും നല്ല ഭംഗിയായിരുന്നു, കഴിക്കാനും നല്ലതായിരുന്നു. ഒരുപാട് വർക്കുകൾ അങ്ങനെ ചേച്ചി കിട്ടാറുണ്ട്. മാമോദീസയും കല്യാണം ആയാലും ഫസ്റ്റ് ബർത്ത്ഡേ ആയാലും ഒരുപാട് വർക്കുകൾ കിട്ടാറുണ്ട്. അയ്യോ വജുണ്ടല്ലേ, കുഞ്ഞിന്റെ മാമൂസിയെ കുറിച്ചല്ലേ എല്ലാരും പറയുന്നത്. പിന്നെ അടുത്തൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു തന്ന വിഷ്ണുവാണ്. വിഷ്ണു ഫ്രം ഓമല്ലൂർ, എൻ്റെ ഒരു ഫ്രണ്ടാണ്. വിഷ് ഫ്രെയിംസ് എന്നാണ് അവരുടെ സ്റ്റുഡിയോയുടെ പേര്. അവരുടെ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നതായിരിക്കും. ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി ഫോട്ടോഗ്രാഫേഴ്സാണ്, നല്ല രീതിയിൽ എടുത്തു തന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം നമ്മൾ ഉടനെ ഷെയർ ചെയ്യുന്നതായിരിക്കും.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എൽനാമോയുടെ മാമോദിസ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുതന്നെ നിങ്ങൾ ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങൾ 3 പേരും കൂടെ ബൈ. എൽനാമോൾ വഴക്കുണ്ടാക്കുന്നു. അങ്ങോട്ട് നോക്കിക്കേ അവള് വിയർത്തു പോയി കേട്ടോ. പറ അമ്മച്ചിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞേരെ. പറ ടാറ്റ ബൈ ബൈ പറ. ഊതിക്കട്ടെ അപ്പൊ ശരി. ബൈ ബൈ.